അങ്ങനെ വന്നാൽ ലോകത്തിന് ക്ഷാമമായിരിക്കും എന്ന് അതാ വെനർഷ. ആ വെനർഷ റസൂലുള്ളാഹി ഇസ്ലാമിനെ പറ്റി എന്തോ പറഞ്ഞിരിക്കുന്നു? I have studied his wonderful man. I believe the whole of the Muslim man will adopt a reformed Muhammadanism before the end of this century. ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യം മുഴുവനും ഇസ്ലാം അത് സ്വീകരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നു. When asked to elaborate on this statement, Shah wrote the following. ഇതിനെ സംബന്ധിച്ച് വിവരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഷാ താഴെ പറയുന്ന കാര്യം എഴുതി. എന്താ താഴെ എഴുതിയത്? I have always held the religion of Muhammad in high estimation because of its wonderful vitality. ഇസ്ലാമിന്റെ അത്ഭുതകരമായ ഉണർവ് അതെന്നെ സർവദാ ഗംഭീര വിലയിരുത്തൽ ഞാൻ വിലയിരുത്തുന്നു. എന്താ കാരണം? ഇറ്റ് ഈസ് ദി ഓൺലി റിലിജിയൻ. ഈ ഒരൊറ്റ മതമേ ഉള്ളൂ. സായിപ്പായി പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദി ഓൺലി റിലിജിയൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ടു possess that assimilative capacity. ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതികളെ ഉൾക്കൊള്ളിച്ചു പോകാൻ കഴിയുന്ന ഒരൊറ്റ തത്വം തമ്മിലേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ നേതാവായ മുഹമ്മദിനെ സംബന്ധിച്ച് I have studied him, the wonderful man, അത്ഭുതകരമായ മനുഷ്യൻ. The medieval ecclesiastics, either through ignorance or bigotry, painted Muhammad and the Dorcas. മധ്യയുഗത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള വിദ്വേഷം കൊണ്ട് പെയിന്റഡ് മുഹമ്മദ് ആൻഡ് ഡോർക്കസുകളെ അതിന് മുഹമ്മദ് മതത്തിന്റെ മുഖത്ത് കറുത്ത ചായം വെച്ച് കളഞ്ഞു. ഇവര് എന്തായിരുന്നു അവർക്ക് പറ്റിപ്പോയത്? അവർ ധരിച്ചു മുഹമ്മദ് ക്രിസ്തുവിന് ശത്രുവാണെന്ന്. അവർ ധരിച്ചു യുദ്ധം മുഹമ്മദ് വാസ് ആൻഡ് ആന്റി ക്രൈസ്റ്റ്. മുഹമ്മദ് ക്രിസ്തുവിന് എതിരാണെന്ന ഭാവത്തങ്ങൾ ധരിച്ചത്. ഐ ഹാവ് സ്റ്റഡീഡ് ഹിം. ഞാൻ പഠിച്ചിട്ടുണ്ട് അയാളിനെ. ദി വണ്ടർഫുൾ മാൻ, അത്ഭുതകരമായ മനുഷ്യനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഫാർ ഫ്രം ബീയിങ് ആൻ ആന്റി ക്രൈസ്റ്റ്, അയാൾ ക്രിസ്തു വിരോധി അല്ലെന്നത് പോകട്ടെ, he must be called the savior of humanity. മാനവ ലോകത്തിന്റെ രക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനാണ്. ലോകം മുഴുവനും ഈ അംഗീകാരവും ഈ ബഹുമാനവും സ്ഥാനവും പദവിയും അധികാരവും ഉണ്ടാക്കിയെടുത്ത സമുദായമാണ് മുസ്ലിങ്ങൾ. അവിടെ ഒന്നും പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് വടിഞ്ഞിട്ടല്ല പോത്തെ. ഇപ്പൊ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് കാര്യങ്ങൾ പറ്റിക്കാൻ പോകും. പെണ്ണുങ്ങൾ സ്ത്രീകൾ വളരെ പിന്നോക്കമായി പോയി. അതുകൊണ്ട് പെണ്ണുങ്ങളിറങ്ങിയെങ്കിൽ മുന്നോക്കമാകത്തുള്ളൂ. ഞങ്ങളൊക്കെ അപരിഷ്കൃതരാണ്, പഴഞ്ചം ഖുറാഫിയുള്ള ആൾക്കാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുക. ഞങ്ങളൊക്കെ ഈ പഴഞ്ചന്മാരും ഹുസേനക്കന്മാരാണെന്ന് പറഞ്ഞു. പഴഞ്ചന്മാരും ഹുസേനക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ഈ കോലാഹാരമൊന്നും ഇവിടെ വരുത്തില്ലായിരുന്നു. അല്ലാതെ ഒന്നും അറിയാൻ വയ്യാത്ത പഴഞ്ചന്മാര് ഖുറാഫികളാണെന്ന് പറയാൻ ധൈര്യം ഇട്ടോളാ ചെറുപ്പക്കാർ. ഞങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്ത്രീകളെ ഇറക്കിയിട്ട് പറയുന്ന പരിപാടിക്ക് കുറച്ചു കാലം കൂടി ഇവരുടെ ആഗ്രഹം അമ്മാഹുത്തേല പൂവടിയിപ്പിക്കാതെ ഇവരെ അമ്മാഹുത്തേല ആ ഉദ്ദേശത്തിൽ നിന്ന് അവരെ തകർത്ത് ചരിപ്പണമാക്കാൻ നമ്മൾ ദ്വാര ചെയ്യുക. അല്ല വേറെ ഒന്നും ചെയ്യാനില്ല. എന്റെ വിഷയത്തിലേക്ക് കടക്കുക. ഇനി മറ്റൊന്ന്, പെണ്ണുങ്ങളെല്ലാവരും പള്ളിയിൽ പോയിട്ടില്ല. പള്ളിയിൽ പോയി പെണ്ണുങ്ങളെല്ലാം നിസ്കരിച്ചാൽ ഇവിടെ ആദ്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയൊന്നും പുതിയ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലവരാകാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ കർമ്മഭീ മുഴുവിക്കില്ല എന്ന് ആദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നല്ലവരാകാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ കർമ്മഭീ മുഴുവിക്കില്ല, അതുപൂർണ്ണമായി ഇസ്ലാം ഭീ മുഴുവിക്കില്ല. ആദ്യം പറഞ്ഞു പോയി. നേരെ പറ്റി പറയുന്ന എന്നാലും എന്റെ നിയമവശം ഒന്ന് പറയാറ്. ഖുർആനിൽ നിന്ന് ഒരായത്ത് നമ്മളെല്ലാവരെയും ഇട്ട് വിഷമിപ്പിക്കുന്ന ഒരായത്തുണ്ട്. അതെന്തുവാ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ ആയത്തിൽ പെണ്ണുങ്ങളും ആണുങ്ങളും വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ സ്ത്രീയും പുരുഷനും പോകണ്ടേ? സത്യവിശ്വാസികളെ ജുമാ ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഉളറിപ്പോകണം, ദേഹം പോയിക്കൊള്ളണം. സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പോകണ്ടേ? ഇതാരോഗ്യ സ്ഥലം ചെറുപ്പക്കാർ ശ്രദ്ധിക്കാനാണ്. സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് നിങ്ങൾ പള്ളിയിൽ നിന്ന് വിളി കേട്ടാൽ ഫസ്റ്റ് അവിലാതിക്കലില്ല,
നിങ്ങൾ പള്ളിയിലേക്ക് ഓടി പോകണം. ഈ സ്ത്രീയും പുരുഷനും മാത്രമല്ലേ? അതല്ല സുന്നികൾ പറയുക, നമ്മൾ പരമക്കാർ പെണ്ണുങ്ങളെ പോകണമെന്നില്ല, പള്ളി ആണുങ്ങൾ. അങ്ങനെയാണെങ്കിൽ യായുഹല്ലദീനാമനൂ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ സത്യവിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി. ആണുങ്ങൾ നോമ്പ് പിടിച്ചാൽ മതിയാ, പെണ്ണുങ്ങൾ നോമ്പ് പിടിക്കണ്ടേ? അവിടെ ആണുങ്ങൾ മാത്രം, ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങൾ. അത് ശരിയോ? അവിടെ രണ്ടുപേരും പോണം. ആമനൂന്നാണ് എന്താ എഞ്ചിനീയർ പറയ അനങ്ങാതി. ഇഞ്ചിനീയറൊന്ന് നോക്കിയാൽ കാണത്തില്ല, ഞങ്ങൾ തന്നെ നോക്കാം. അപ്പൊ ഈ ആമനെന്ന് വിളിച്ചാൽ ഒരു സ്ഥലത്ത് രണ്ടുപേരും, ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരാൾ മാത്രം. അത് ന്യായമാണ്. ഇത് നോർമൽ സാധാരണ രീതിയിൽ ചെറുപ്പക്കാർ വിഷമിച്ചു പോകും. ഇതിങ്ങനെ വായിച്ചു അതൊരു അർത്ഥം പറഞ്ഞു കൊടുക്കുക. അത് ആ സംശയം ഞാൻ തീർച്ചയായിട്ടും നമുക്ക് നിർത്താം. അതുകൊണ്ട് യുവാക്കളെല്ലാം ശ്രദ്ധിച്ചു. ഈ ആമനു എന്ന് ഖുർആനിൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാ എഴുത് മനസ്സില് ആമനു എന്ന് പല വിധത്തിലും പല തരത്തിലും ഖുർആൻ ആമനുവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാകും. ആമനു എന്ന് പറഞ്ഞാൽ പെണ്ണിനും ആണിനും ബാധകമാണ്. അങ്ങനെ ഒരു ആമനുണ്ട്. രണ്ടു കൂട്ടരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വിളിയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ. മറ്റൊന്ന് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചാൽ പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആമനുവും ഉണ്ട്. മൂന്നാമത്തെ ഒരു ആമനു ഉണ്ട്. ആമനു എന്ന് വിളിച്ചാൽ പ്രധാനമായി പുരുഷന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും സ്ത്രീകൾക്കും വേണമെങ്കിലാകാം. ഇങ്ങനെ 3 വിധത്തിൽ ആമനു ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളണം ചെറുപ്പക്കാർ. ഖുർആനിൽ ആമനു എന്ന് 3 ജാതിയിൽ. അതിലൊന്ന് യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാം, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിൽ നിർബന്ധമാക്കിയതുപോലെ. അവിടെ ആമനു എന്ന് വിളിച്ചാൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഖുർആനിൽ ധാരാളമായി പലയിടത്തുമുണ്ട്. ആണിനെയും പെണ്ണിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചത്. ആണിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടും ആമനു എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുദാഹരണം കേൾക്കണ്ടേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നക്കഹ്തുമുൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളെ നിങ്ങൾ മൂമിനത്തുകളായ പെണ്ണുങ്ങളെ കല്യാണം ചെയ്താൽ. ഇവിടെ മൂമിനത്തുകളായ യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ നിങ്ങൾ മൂമിനത്തുകളായ പെണ്ണുങ്ങളെ കല്യാണം ചെയ്യുമ്പോൾ, അവിടെ പെണ്ണുങ്ങളെ കല്യാണം ചെയ്യാറില്ലല്ലോ. അത് നിങ്ങളുടെ മുഖത്ത് മനസ്സിലായ മൊത്തം കാണുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നക്കഹ്തുമുൽ മുഅ്മിനാത്തി, വിശ്വാസികളെ നിങ്ങൾ മൂമിനത്തുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യണമെന്ന് കുറെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആമനു എന്ന് പറയുന്ന ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ആമനു. മനസ്സിലായില്ലേ? ഇനിയുമുണ്ടോ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിഥു നിസാഅ കർഹാ. യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ലാ യഹില്ലു ലക്കും നിങ്ങൾക്ക് ഹലാലല്ല അൻ തരിഥു നിസാഅ കർഹാ, പെണ്ണുങ്ങളെ അനന്തര സ്വത്തായിട്ട് പകർത്താൻ പാടില്ല. പെണ്ണുങ്ങളെ ബാപ്പായുടെ ഭാര്യമാരെയും അതുപോലുള്ള പെണ്ണുങ്ങളെല്ലാം അനന്തര സ്വത്തിൽ ചേർത്ത് പകർത്തുന്ന ഒരു സ്വഭാവം എന്ന കുഫാറിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന് തടഞ്ഞതാണ് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ലാ യഹില്ലു ലക്കും അൻ തരിഥു നിസാഅ, പെണ്ണുങ്ങളെ അനന്തര സ്വത്തായിട്ട് നിങ്ങൾ പകർത്തെടുക്കാൻ പാടില്ല. അപ്പൊ അവിടെ ആമനു എന്ന് വിളിച്ചത് ആരെയാണോ? ആണിനെ പറഞ്ഞ ആണിനെ മാത്രം. അപ്പൊ ആണിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആമനുണ്ട്, ആണിനെയും പെണ്ണിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ആമനുണ്ട്. പ്രധാനമായിട്ട് ആമനു ആണുങ്ങളാണ്. എന്തുകൊണ്ട്? സത്യവിശ്വാസികളെ നിങ്ങൾ മുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യുമ്പോൾ എന്നുള്ളതുണ്ടല്ലോ.
യദൂനക്കും സത്യവിശ്വാസികളെ, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ഘട്ടം വന്നാൽ അവിടെ പ്രധാനമായി ആ ആമനു ആണുങ്ങളെ ഉദ്ദേശിക്കുന്നു. പെണ്ണുങ്ങളും അത്യാവശ്യത്തിന് ചിലപ്പോഴൊക്കെ യുദ്ധങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അത് വളരെ വിരളമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പഠിച്ചല്ലോ. ആണിനെയും പെണ്ണിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്, ആണിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രധാനമായി ആണുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഇനി എന്താ നമുക്കറിയേണ്ടത്? നമ്മുടെ ചർച്ചാ വിഷയമായ ആമനു ഉണ്ടല്ലോ, അവൻ ഏതിൽ പെടുമെന്ന് നമുക്ക് ഇന്ത്യ അറിയുന്നത് അല്ലേ? ആമനു ഇതാലുദിയ സ്വരാത്തിന് ഞൗന ജുമാറ്റി എന്ന് പറഞ്ഞ ആമനു അത് എതിൽ പെടുമെന്ന് നമുക്ക് ചിന്തിച്ചു പിരിയാം. അത് ഞങ്ങൾ പറയുന്നു അത് പുരുഷനെ മാത്രം ഉൾക്കൊള്ളിച്ചത് ആമനുവാണെന്ന. അങ്ങനെ അതിനൊന്നും തെളിവ് അങ്ങനെ ഉള്ളത്. ആ ആയത്തിന്റെ ബോഡി പരിശോധിച്ച് നോക്കിയാൽ പുരുഷന്മാർക്കാണെന്നാ തോന്നുന്നത് ഞങ്ങൾക്ക്. അതെന്താ? ആമനു സത്യവിശ്വാസികളെ. നേരെ കുറച്ച് ആമനു എന്നുള്ള പദം പുല്ലിംഗമാണ് കേട്ടോ. ആമനു അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ആമനത്തുണ്ടാവുക അല്ലേ? അപ്പൊ അതിപ്പോ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അപ്പൊ ആമനു സത്യവിശ്വാസികളെ, ജുമാ ദിവസം പള്ളിയിലേക്ക് നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഉടലിപ്പോകണം. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കടയുടെ ഷട്ടർ ഉണ്ടായിട്ടോളണം. സത്യവിശ്വാസികളെ, പള്ളിയിൽ നിന്ന് ജുമാ ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് ഉടലിപ്പോകണം. നിങ്ങളുടെ കടയെല്ലാം കൂട്ടിട്ട് അടച്ചോളണം, കച്ചവടം നിർത്തിക്കോളണം. നിങ്ങളുടെ ഈ ടൗണിലടുത്ത ടൗണിൽ പെണ്ണുങ്ങളാണ് കച്ചവടക്കാർ. അപ്പൊ പള്ളിയിലേക്ക് പോകണം, കട ഷട്ടറിലായിട്ടൊന്നും പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നില്ല. റയറായിട്ട് പലയിടത്തും പല പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. അല്ലേ? അല്ല, അങ്ങനെയല്ലേ. ഒന്നര കച്ചവടം നിർത്തണം. അങ്ങനെ പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരന്നു പോകണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സമ്പാദിക്കണം. ജുമയ കഴിഞ്ഞപ്പോട്ട് കമ്പോളത്തിൽ പോയിട്ട് മീനാതെ എങ്ങനെയാ ചില പച്ചക്കറിയെ കൊണ്ടുമൊക്കെ സമ്പാദിക്കാനൊക്കെ ഭൂമിയിൽ നിങ്ങൾ പരന്നു പോകണം. വക്കാർന്ന ഭീപുയൂത്തിക്കില്ല, വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു ഓടണമെന്ന് കൽപ്പിച്ച ഖുർആൻ ഇപ്പോഴെന്ത് പറഞ്ഞു? ജുമയ കഴിഞ്ഞിട്ട് എല്ലാവരും പെണ്ണുങ്ങളെ നിങ്ങൾ പരന്നു പോകണമെന്ന് പറയാൻ കോൺട്രിബ്യൂഷനിന്റെ പരസ്പര വിരുദ്ധമായിപ്പോയി. അത് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പുരുഷനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞ ആയത്ത് പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നീ ആമണവും കൊണ്ടുവന്ന് നടന്ന് പിന്നെ ആളുകളെ ഇറങ്ങിറക്കാൻ നടക്കണ്ട. ആമനു എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ്, പെണ്ണുങ്ങൾക്കില്ല. അപ്പൊ നമ്മൾ 3 കാര്യമാണ് നോക്കേണ്ടത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണം, അവരെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നതിന് ഖുർആനിൽ വല്ല അനുകൂലവും വല്ലതും ഉണ്ടോ? പിന്നെ നമുക്ക് നോക്കേണ്ട ഹദീസിൽ വല്ല അനുകൂലം ഉണ്ടോ? പിന്നെ നമുക്ക് നോക്കേണ്ട വിവാഹത്തിൽ വല്ലതും സഹായം ഉണ്ടോ? പണ്ഡിതന്മാരുടെ വിവാഹം അല്ലേ? ഇത് 3 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കുന്ന നടപടിക്രമങ്ങൾ അങ്ങനെ കൊണ്ടുകൊണ്ടോ അത് നോക്കി കഴിയുമ്പോൾ തീർന്നു അല്ലേ? ഖുർആനിൽ ഈ പറഞ്ഞ ആമനുന്റെ കേസ് അവിടെ നിൽക്കട്ടെ. പള്ളി എന്ന് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ പരന്നു പോകണമെന്ന് ആണുങ്ങളോട് പറഞ്ഞിരിക്കുക. അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടിയാ പള്ളി ഉണ്ടാക്കുന്നതിന്റെ പെണ്ണുങ്ങൾക്ക് പള്ളി ഭൂമിയിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി തരം ഒപ്പുകയായിട്ട് ഒരു സംഭവം ഭൂമിയിൽ എവിടെയെങ്കിലും അല്ല, ഇല്ല, അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നില്ല. നിങ്ങൾ ചെയ്താൽ അതിന്റെ നിയമവശമെന്താണ് വിടപ്പെട്ട സഹോദരങ്ങളെ? പള്ളി ആണുങ്ങൾക്ക് വരെയുള്ളതാണ്, പെണ്ണുങ്ങൾക്കുള്ളതല്ല. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് കേട്ടോ, ഫീ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാലുൻ ലാ തുൽഹിഹിം. ഈ ബുയൂത്തിൻ ചില വീടുകളിൽ അതിനെ പടുത്തുയർത്തപ്പെടാൻ കൽപ്പിക്കപ്പെട്ടുള്ള ചില വീടുകൾ അതിൽ
അതല്ല അവന്റെ പേര് അവന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന തരത്തിൽ പിന്നെ ആ പള്ളികളിൽ ദിക്റും നിസ്കരിക്കുമെന്നർത്ഥം. ആര്? ഫീഹി റിജാലുൻ, പുരുഷന്മാർ നിസ്കരിക്കും. ആ പള്ളികളിൽ പുരുഷന്മാർ നിസ്കരിക്കുമെന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വല്ലാസാലി റിജാലുൻ. ആണുങ്ങൾ പോയി നിസ്കരിക്കുന്ന പള്ളിയിൽ, ആ പടുത്ത് ഉയർത്തപ്പെടാൻ കൽപ്പിച്ച പള്ളിയില്ലേ, ആ പള്ളിയിൽ പുരുഷന്മാര് പോയി നിസ്കരിക്കും. ഇനി നിങ്ങൾ കേട്ടോ, ഈ ബുയൂത്ത് ലാ തഖൂം ഫീഹി അബദാ ലമസ്ജിദുൻ നുസ്ഖിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ. അവിടെയും പറഞ്ഞു പള്ളിയിൽ പുരുഷന്മാര് പോയി നിസ്കരിക്കും. പുരുഷന്മാര് പോയി الذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله يحلفون إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. പിന്നെ لا تقم فيه أبدا. ആ പള്ളിയിൽ പോയി ഒരിക്കലും നിസ്കരിക്കരുത്. അതേ സമയത്ത് മസ്ജിദുൻ നുസ്ഖിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ, നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ തഖ്വയുടെ മേൽ വെച്ച പള്ളിയുണ്ടല്ലോ, ആ പള്ളിയാണ് നിസ്കരിക്കാൻ ഏറ്റവും ഹക്കായ പള്ളി. അതിൽ പുരുഷന്മാർ പോയി നിസ്കരിക്കും. സഹാറത്ത് ശുദ്ധിയെ പ്രതീക്ഷ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ പോയി നിസ്കരിക്കും. അപ്പൊ ഖുർആനിൽ ഈ തരം ധാരാളം കാണാം. പള്ളികളിൽ പുരുഷന്മാർ പോയി നിസ്കരിക്കുന്ന. അപ്പൊ ഇതുകൊണ്ടും നേരത്തെ പറഞ്ഞ ആയുർവേദത്തിന് ആണുങ്ങൾ തന്നെയാണെന്നുള്ളത് തർക്കമുണ്ട് അല്ലേ. പള്ളി എന്ന് പറഞ്ഞപ്പോൾ ആണുങ്ങൾ പോയി തിരിക്കാനുള്ളതാണ്, പെണ്ണുങ്ങളല്ല. മനസ്സിലായല്ലോ. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വലിയ സഹായമൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല പള്ളിയിൽ പോക്കാർക്ക്. ഇത് ഞാൻ പറയുകയല്ല, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണം. നീ ഹദീസും കൂടെ നോക്കാം. അതോട് പറഞ്ഞ് പെട്ടെന്ന് നിർത്തി. എനിക്ക് വയ്യാന്ന് പറയാം. ഇപ്പോ ചെറുപ്പക്കാർ പറയും ഇയാൾ വാക്കുമാറുന്ന ആളാ, ഇപ്പൊ നിർത്തുമെന്ന് പറയും. ഇത് നിർത്തുന്നില്ലെന്ന് ചെറുപ്പക്കാരൻ അവനിരുന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു. ഇയാൾ ഒരുപാട് സമയം പറഞ്ഞില്ല, ഇപ്പൊ നിർത്തുമെന്ന്. ചില വാക്ക് വായിക്കത്തില്ല എന്നിപ്പോ അമ്മ ചിന്തിക്കുക. അതാ കൊച്ചുങ്ങളെ ഒരു വാക്ക് കൂടുതൽ പറയാൻ എന്റെ ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഇരിക്കുന്നില്ലേ? അപ്പൊ ഖുർആൻ കൊണ്ട് ഞാൻ പറഞ്ഞത് ഏകദേശം അത്രയും മതി പോലെ. ഞാൻ കൊണ്ട് ഒരുപാടൊന്നും വേണ്ട. ഇനി ഹദീസിലോട്ടൊന്ന് കിടക്കാം. ശരിക്കും ശ്രദ്ധിച്ചോണം. ഹദീസ് പെണ്ണുങ്ങളെ കൊണ്ട് വള്ളിയിൽ പോകുന്നതിന് അനുകൂലമായിട്ട് വല്ലെന്നാണ്. ഒന്നാമത് ബുഖാരി മുസ്ലിം ഒരുപോലെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. ഞാനത് പറയാറില്ല. ബുഖാരി മുസ്ലിം വേറൊരു ഹദീസുണ്ടോ, മുസ്ലിം ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. സഹീഹ ഹദീസുണ്ടോ എന്ന് വേണമെന്ന് ചോദിച്ചോ. അതേ സമയത്ത് തർഹീബിന് വേണ്ടി വായിഫായ ഹദീസ് സ്വീകരിക്കാൻ മുസ്തഹബാണെന്ന് നബവിമാം എഴുതിയിട്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നീ എന്തോ പറയാണ് തർഹീബിന്. അപ്പം ഇവിടെ പറഞ്ഞത് അതാ ഹദീസ് മുത്തഫഖുൻ അലൈഹി. ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ. പിന്നെ അകത്ത് കയറിയിരിക്കണം അല്ലേ. എടോ ഞങ്ങൾ മുമ്പ് സ്റ്റേജിൽ തെക്കോട്ട് മടക്കോട്ട് നടന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളാണ്. അതെ, പഴയ കാലത്തൊരു ഷുവർ അതിപ്പോ എനിക്ക് വിടും. ഷുവർ മൈക്ക് എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് സംസാരിച്ചാലും കേൾക്കുന്നു. സ്റ്റേജിൽ എവിടെ നിന്ന് സംസാരിച്ചാലും അത് പിടിച്ചോളും. എന്നിട്ട് ഞാനിങ്ങനെ നടന്ന് പ്രസംഗിക്കാം സ്റ്റേജിൽ. അപ്പോൾ ലഖദ് ഹമംതു അൻ ആമുറ. അത് പ്രസംഗമൊന്നുമല്ല, ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പരിപാടി. ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ എന്ന ഹദീസ് കൊണ്ട് മുത്തഫഖുൻ അലൈഹി. ഒരു ദിവസം എനിക്ക് തോന്നി നബി പറയുക അൻ ആമുറ ബിഹതബിൻ. എന്താ മാന? വേറെ എന്തോ തന്നെ വേറെ ഒരക്ക് നികത്തിക്കാനാ വേറാണ്. അവന്റെ പെരക്ക് നികത്തിക്കുക. മാവ് കെട്ടി വിറകാക്ക പെരക്ക് നികത്തിക്കാൻ അത് പറയും. അവിടെ വേറെ എന്ന് പറയാം ചൂട്ട് അല്ലേ. ചൂട്ട് കത്തിച്ചല്ലേ ഇവര്. അതേ ഉള്ള അർത്ഥം. അതിന് വിറകൊന്നും അർത്ഥം വെക്കണ്ട. അപ്പൊ ആരെങ്കിലും ഒരാളിനെ ഇമാമത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് ചൂട്ട് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ജമാഅത്തിന് ഹാജരാകാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിക്കണമെന്ന് എനിക്ക് തോന്നി.
മുത്തഫഖുൻ അലൈഹി. ജമാഅത്തിന് ഹാജരാകാത്ത പുരുഷൻ ജമാഅത്തിന് വരാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിക്കണമെന്ന് എനിക്ക് തോന്നി. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് മുത്തഫഖുൻ അലൈഹി. ഈ വേറൊരു റിവായത്തിലുണ്ട്, ആ വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ അവന്റെ വീട് ഞാൻ കത്തിച്ചു കളയുമായിരുന്നു. അത് പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അവിടെ ഇരിക്കുക, ഇല്ല അങ്ങോട്ട് പോവുകയായിരുന്നു. അയ്യോ, ആദ്യം പോയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാകുന്ന എല്ലാ ഭാഗത്തോട്ടും പോകണ്ടേ കാര്യം. അപ്പൊ ഹദീസ് നമുക്ക് അനുകൂലമല്ല. ആണോ? അല്ല. അന്നിസാവു എന്ന ഹദീസ്, അന്നിസാവു അല്ല, അൽ മറുകത്തു ഔറത്തുൻ, അൽ മറുകത്തു ഔറത്തുൻ ഇതാ ഖറജ ഷൈത്വാനും. ആ ഹദീസിന്റെ ബാക്കി അങ്ങോട്ട് പറയാം, കുറച്ച് പറയാം. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. ഔറത്തെന്ന് പറഞ്ഞാൽ എന്താ? മറച്ചു വെക്കേണ്ടത്, മറച്ചു വെക്കേണ്ട സാധനം. അതാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. അവര് പുറത്തിറങ്ങി യാത്ര ചെയ്യാമെന്ന് അങ്ങോട്ട് ഒരുങ്ങിയാൽ അവർ പുറത്തേക്ക് പോയാൽ അവര് പുറകെ കൂടും. പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അയാള് പറയുന്നത് എന്നിട്ട് അങ്ങോട്ട് നോക്കിച്ച് ഇങ്ങോട്ട് നോക്കിച്ച് മേപ്പോട്ട് നോക്കിച്ച് കീഴോട്ട് നോക്കിച്ച് അവിടെ നീന്തവന്മാരെ കൊണ്ടിടാ, അതേ പോടാ, അതേ പോകുന്നുണ്ടോ, അവിടെ പോക്കണ്ടോ നോക്കടാ. ചുരുക്കി പറയാം, അവള് പോയത് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നതിനുള്ളിൽ ഒരു വട്ടപ്പാവം അവിടെ തലയെ കയറ്റി വിടും. പാവത്തിന്റെ റസൂല് പറയുകയായിരുന്നു, പെണ്ണുങ്ങൾ പുറത്തു പോയാൽ ശൈത്താൻ അവരുടെ കൂടെ കൂടും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആക്രമമാത്തൂനു മിൻ വജ്ഹില്ലാഹി മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖൈരി ബൈതിഹാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും അടുത്ത കാര്യം അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ വീട്ടിന്റെ അകത്ത് വെച്ച് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടേ. പെണ്ണുങ്ങൾ പുറത്തു പോയാൽ ശൈത്താൻ അവരുടെ കൂടെ കൂടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അവരുടെ കാര്യങ്ങൾ വീട്ടിന്റെ അകത്ത് വെച്ച് ചെയ്തുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട മൂസൽമത്ത് ഈ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂസൽമത്ത് നബിയോട് നബി പറഞ്ഞതാ, പെണ്ണുങ്ങളുടെ നിസ്കാരത്തിന്റെ ഏറ്റവും നല്ല നിസ്കാരം അവരുടെ വീട്ടിന്റെ ഉള്ളിലാണ്. ഇന്നാ ഹബ്ബ സലാത്തിൻ തുസല്ലിഹൽ മർഅതു ഇലല്ലാഹി അൻ തുസല്ലിയ ഫീ മകാനിൻ അസ്ദ് ഫീ മകാനിൻ ഫീ ബൈതിഹാ അസ്ദ് അന്നാ ഫീ ബൈതിഹാ ഉൽമതൻ. റസൂലുള്ളാഹി പറയുക, നിസ്കാരത്തിന്റെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരം അവളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും ഇരുണ്ട മുറിയിൽ നിന്ന് നിസ്കരിക്കുന്നതാണ്. ലൈസ അലൽ നിസാഇ ഗുസ്ലുൻ വലാ ജുമുഅത്തുൻ വലാ തസയ്യഉ ജനാസത്തിൻ. പെണ്ണുങ്ങളുടെ മേൽ ഇല്ല എന്ത്? യുദ്ധത്തിന് പോകൽ. ലൈസ അലൽ നിസാഇ ഗുസ്ലുൻ, യുദ്ധം പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. വലാ ജുമുഅത്തുൻ, ജുമുഅയും അവർക്ക് പറഞ്ഞിട്ടില്ല. വലാത്ത ചെയ്യോ ജനാദത്തും, ജനാദയെ വള്ളിയെ കൊണ്ടുപോകും കൂടെ പോകുന്ന പരിപാടി പെണ്ണുങ്ങൾക്ക് വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഹദീസാണോ? ഇതെല്ലാം വായിപ്പാകുന്നതല്ലോ. ഇങ്ങനെ ഹദീസിനെ സംബന്ധിച്ച് നമ്മളങ്ങോട്ട് നോക്കിയാൽ വലിയ ഒരു സഹായം ഓർത്ത് കിട്ടത്തില്ല. അതിനു പുറമെ ഇവിടെ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ജോലിയാണ്. ജുമാക്ക് പോൽ പെണ്ണുങ്ങൾക്ക് അവർക്ക് യുദ്ധമില്ല, ജുമായില്ല, അതുപോലെ തന്നെ മയ്യത്തിന്റെ പുറകെ പോലും ഇല്ല മനസ്സിലുള്ളവർ. അപ്പോ ജുമാക്ക് പോലെ എന്തോ പരിപാടി? ആരുടെ? ആണുങ്ങളുടെ പരിപാടി. പുരുഷന്റെ പണി നടത്തുന്ന പെണ്ണുങ്ങളെ അവരെ കാര്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലോട്ട് പോകുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുടെ പരിപാടി, ആണുങ്ങളുടെ ശേഷവും ആണുങ്ങളുടെ പ്രവൃത്തിയിൽ ഏറ്റെടുക്കുന്ന പെണ്ണുങ്ങളെ അല്ലാഹു തആല ലാനത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറെ നിർത്തണം എന്ന് പറഞ്ഞപ്പോ ഹദീസിന്റെ പിന്തുണയും പള്ളി പോക്കുകാർക്ക് ഇല്ല. ഇനി എന്താ വേണ്ടത്?
ഇനി എന്തോ നമുക്ക് നോക്കണ്ട, ഇബാറത്തിന്റെ വല്ലതുണ്ട് അല്ലേ? ഇബാറത്ത് കൊണ്ട് വല്ല എന്തൊന്നും ഉണ്ടോന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വരെ നിർത്താം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ നടത്തിപ്പ് നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുൽ-ആദം 4000 താപീയങ്ങളെ നേരിട്ട് കണ്ടിട്ടാണ് സഹാബത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ച് കിതാബ് എഴുതിയെന്നാണ് ഇമാമുൽ-ആദം. 4000 താപീയങ്ങളെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്തത് സഹാബത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇമാമികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ തന്റെ സുപ്രസിദ്ധമായ കിതാബുൽ ഉമ്മിന്റെ ഹാമിച്ചിലൊരു കിതാബുണ്ട്, ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയും. ആ കിതാബിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഹദീസുകൾ, അതിന്റെ റിപ്പോർട്ടുകൾ എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്തിലാഫുൽ ഹദീസ്. എന്നിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്യുന്നു ഇമാം ഷാഫിഈ, മാ ഇൻദു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി ഈ ഖിയാദി ജുമ്മത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാരിൻ വലൗ കാന ലഹുന്ന ഫളൻ അമറുഹുന്ന. ഇമാം ഷാഫിഈ തങ്ങൾ തന്റെ സുപ്രസിദ്ധമായ കിതാബുൽ ഉമ്മിന്റെ ഹാമിച്ചിൽ എഴുതിയിട്ടിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ആരും വളരെ ശ്രദ്ധിച്ച് ഒരൊറ്റ ഇബാറത്ത് മതി, ഒന്നും വേണ്ട. ഷാഫിഈ ഇമാം കള്ളം പറഞ്ഞെന്ന് നീ പറയേണ്ടി വരും കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഷാഫിഈ ഇമാം ഒറ്റ കള്ളം പറഞ്ഞതിന് പെണ്ണുങ്ങളുടെ തലാക്ക് വാങ്ങിച്ച ആരിമീങ്ങൾ നിങ്ങളുടെ രാജ്യത്തുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അത് മാത്രമല്ല, എന്റെ ഉസ്താദ് ഉസ്താദ് എന്ന് പറയുന്നത് ഒരൊറ്റ കള്ളം പറഞ്ഞതിന് രണ്ടാമത്തെ മകളുടെ ഭർത്താവ് തലാക്ക് കൊണ്ടുവരും. മരണം വരെ ആ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ സത്യം ചെയ്തപ്പോൾ തിരിച്ചെടുപ്പിച്ചു. ഒരു കള്ളം പറഞ്ഞതിന് മകൾ തലാഖ് ലഭിച്ച ഉസ്താദന്മാരുടെ ശിഷ്യന്മാരായിരുന്നു. ഇത്രമാത്രം കള്ളത്തെ വെറുക്കുന്ന ഈ ലോകത്തുള്ള പണ്ഡിതന്മാരാണെങ്കിൽ ഇവിടെ നിന്ന് 1400 കൊല്ലം 300 കൊല്ലത്തിനപ്പുറത്ത് റസൂലുള്ളാഹിയുടെ സിറാജുൽ മുനീർ എന്ന ലൈറ്റിന്റെ പ്രഭാവസരം നേരിട്ട് ഏറ്റുവാങ്ങിയ താബീങ്ങളും താബീങ്ങളും പെട്ട ഇമാമിങ്ങൾ അവരുടെ കിതാബുകളെ കള്ളം എഴുതി വെച്ചെന്ന് പറയാൻ റഹ്മാനായ തമ്പുരാനെ അവൻ ഷൂൽ ഖാത്തിമത്തങ്ങൾ ചിന്തിച്ചാൽ അത് കാഫിറായി തത്തുപോവുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അങ്ങനെ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, ലഖദ് ഹമം എന്താ അന്നേരം ഓർത്ത് വിജയമാകുന്നത് മാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി ബിഖിയാദി ജുമ്മത്തി വലാ ജമാഅത്തി മിൻ ലൈലിൻ വലാ നഹാരി. മാ അലിംതു ഞാൻ അറിയില്ല, അമറ അഹദൻ മിൻ നിസാഇഹി ബിഖിയാദി ജുമ്മത്തി വലാ ജമാഅത്തി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ കൽപ്പിച്ചതായിട്ട് എന്റെ മുൻഗാമികളിൽ ആരെയും ഞാൻ അറിയില്ല. ആ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയി മാമുൻ ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൽ വല്ല ഗുണവും ഉണ്ടായിരുന്നുവെങ്കിൽ അമറൂഹുന്ന തീർച്ചയായിട്ടും ഒരു കൽപ്പിക്കുമായിരുന്നു സഹാബത്തും താപയങ്ങളും. അത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? ബോധ്യപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ കിതാബിന്റെ പ്രസിദ്ധമായ ഉമ്മിന്റെ ഹാമിച്ചിൽ എഴുതിയിരിക്കുന്നു. ഇമാം ഷാഫിഈ എന്റെ മുൻഗാമികൾ ആരെ എനിക്ക് അറിഞ്ഞുകൂടുന്ന് ഇമാം ഷാഫിഈ പറഞ്ഞാൽ ആരായി മുൻഗാമികൾ? വേഗം പറഞ്ഞോളണം. ഷാഫിഈ ഇമാമിന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബത്ത്. അങ്ങനെ പറ, സഹാബത്തും താബഈങ്ങളും. അപ്പൊ ഷാഫിഈ ഇമാം എന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ സഹാബത്തും താബഈകളിലും ആരെയും എനിക്കറിഞ്ഞൂടാ. എടോ, റസൂലുള്ളാഹിയിൽ നിന്ന് 100 ചെല്ലുവാനും കൊല്ലം അകലെ ജനിച്ച ഷാഫിഈ ഇമാമിന് സഹാബത്തും താബഈങ്ങളും എന്ത് ചെയ്തെന്ന് പറഞ്ഞെന്ന് അറിയുന്നത് നമ്മളെക്കാൾ കൂടെ അറിയില്ലേ? പുറത്തെ ഈ 1500 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന നമ്മളെക്കാൾ കൂടെ അറിയില്ലേ 100 ചെല്ലുവാനും കൊല്ലം അകലെ നിൽക്കുന്ന ഷാഫിഈ ഇമാമിന്? അല്ലൂടെ? വേറെ ഒരു സാധാരണക്കാരനാണെന്ന് വെച്ചോ ഇമാം ഷാഫിഈ തങ്ങൾ. ആരാ ഷാഫിഈ ഇമാമിനെ പിൻപറ്റി പോകുന്നു എന്നിനെ പറഞ്ഞില്ലേ? ഖുതുവത്തുൽ ഖാദാത്തി മിസ്ല ഖുതുബി ജൈലാൻ ഖുതഫ കദൽ ഗസാലി വന്നവാവി ബിൽ ഇമാം ഷാഫിഈ. ബഹുമാനപ്പെട്ട ഖുതുബുൽ ഖാദാം സുൽത്താൻ മുഹീദ്ദീൻ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, ബഹുമാനപ്പെട്ട ഇമാം നവവി തുടങ്ങിയ മുഴുവൻ ഇമാമിങ്ങളും ഷാഫിഈ മദ്ഹബുകാരാണ്. ആ മദ്ഹബിനെ പിൻപറ്റി പോകുന്ന ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പോലത്തെ മഹാന്മാര്, ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി, ബഹുമാനപ്പെട്ട അബുൽ മുആലി മുഹമ്മദ് ജുവൈനി, ബഹുമാനപ്പെട്ട അബൂബക്കർ ഖഫ്വാൽ മറൂസി, ബഹുമാനപ്പെട്ട അബൂ സൈദ് മറൂസി,
ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ സഈദ് അൽ അൻമാത്തി, ബഹുമാനപ്പെട്ട മുസ്നി, ഇവർ മുഴുവനും ഷാഫി ഇമാമിന്റെ മദ്ഹബുകാരാണ്. അറിയാവുന്ന ഉസ്താദിമാറിന്റെ കാര്യമായി പറയും. ആരാ ഉസ്താദിമാർ? ആരല്ല പറയല, ആരാ ഉസ്താദിമാർ? നിനക്കറിഞ്ഞുകൂടെ ബെർണാട്ടാടെ പുസ്തകം എടുത്ത് നോക്ക്, അതിനകത്ത് കാണാം. അയാളുടെ ക്രിസ്ത്യസിസം എന്ന പുസ്തകത്തിൽ നോക്കിയാൽ കാണാം. If there could have been a prophet after the prophet of Islam, Al-Qadar would have been the man. ഇസ്ലാമിന്റെ പ്രവാചകന് ശേഷം ലോകത്തൊരു പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒസാരിയാണ്. If there could have been a philosopher after Aristotle or Plato, Al-Qadar would അരിസ്റ്റോട്ടലിനും പ്ലാറ്റോയ്ക്കും ശേഷം ലോകത്തൊരു തത്വശാസ്ത്രജ്ഞൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒസാരിയാണ് എന്ന് ബെന്നാട്ട എഴുതിച്ചിരുന്ന ആ ഒസാരി നിങ്ങൾക്കറിയാവോ? അറിയില്ല. 1000 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 1000 ഗ്രന്ഥം, ഒന്നിനും വിലയില്ല കേട്ടോ. 1000 ഗ്രന്ഥങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഗ്രന്ഥം മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് 36 ഓളയും എനിക്ക് ആമിന പുസ്തകം അയച്ചെന്ന് എന്നെ പറഞ്ഞിട്ട് അങ്ങനത്തെ മഹാനായ ഖസാലി ഇമാം തങ്ങൾ അവര് ഉൾപ്പെടെയുള്ളവർ മുഴുവൻ ഷാഫി മദ്ഹബുകാരാണ്. അങ്ങനത്തെ ഇമാം ഷാഫി പറയുന്നു, എന്റെ മുൻഗാമികളിൽ ആരും, എന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ താബഈങ്ങളും സഹാബത്തിൽപ്പെട്ട ആരും അവരുടെ പെണ്ണുങ്ങളോട് ജുമാജമായത്തിൽ പള്ളിയിൽ പോകാൻ കൽപ്പിച്ചതായി അറിയില്ല. ഒലവുക്കാരന്റെ ഫളുൻ, അങ്ങനെ പോകുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവർ കൽപ്പിക്കുമായിരുന്നു. ഇത് വിഭാഗത്തിന്റെ സ്ഥിതി എന്ത്? ഇതിന്റെ അപ്പുറത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാ ഒരു വിഭാഗത്തും കൂടെ പറഞ്ഞേക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി കുറച്ച് പുറന്നോട്ട് വരട്ടെ. എന്താ ഇല്ലാ വദിയ്യുൻ ജാഹിൽ ഖലീലുൽ ബിളാഅത്തി ഫീ മഅരിഫത്തി അസ്റാർ ശരീഅ ഖദ് തമസ്സക ബിളാഹിർ ദലീൽ ഹംലൻ അലാ ളാഹിരിഹി ദൂന ഫഹ്മി മഅനാഹു മഅ ഇഹ്മാലിഹിം ഫഹ്മ ആയിഷത വമൻ നഹാല ഹവഹ ومع إهمال الآيات الدالة على تحريم إظهار الزينة وعلى وجوب غض البصر، فالصواب الجزم بالتحريم والفتوى به عندها، وهذا حاصل مذهبنا. فلا تغتر ممن تمضه بلسانه تفضه بما لا خبرة له. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ഫത്വായിൽ അർത്ഥം പറയാനാ വേണ്ട, എന്നാലൊന്ന് പറഞ്ഞേക്കാം. പെണ്ണുങ്ങളെ പള്ളി പോകുന്നത് തടയുന്ന വിഷയത്തിൽ ആലോചിച്ച് നിൽക്കയില്ല. ഇല്ല വബിയും ജാഹിലും, വിവരം കെട്ട കൂസന്മാരല്ലാതെ. ഹോബി എന്ന് പറഞ്ഞാൽ കൂസലെന്നാണ്. നേരെ നിങ്ങൾ ഡിസ്റ്റൻസ് എടുത്ത് ചോദിക്കൂ. ഒരാളെത്തവക്ക ഭൂമിയും അന്വേഷില്ല. പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്ന വിഷയത്തിൽ ആലോചിച്ച് നിൽക്കുകയില്ല. ഇല്ല വബിയും ജാഹിലും, വിവരം കെട്ട ഹോബി അല്ലാതെ. ശരീരത്തിന്റെ രഹസ്യം അറിയുന്ന, അറിവാകുന്ന ചരക്കില്ലാത്ത എൽമേ, ചരക്കെന്ന് പറഞ്ഞാൽ അവിടെ എൽമ ഉദ്ദേശിക്കുന്നു. ശരീരത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന, അറിവാകുന്ന ചരക്കില്ലാത്ത, വിവരം കെട്ട ഹോബിയല്ലാതെ പെണ്ണുങ്ങളെ തടയുന്ന കാര്യത്തിൽ ആലോചിച്ച് നിൽക്കത്തില്ല. ഏതോ രേഖകളുടെ പ്രത്യക്ഷാർത്ഥത്തിൽ തെറ്റിദ്ധരിച്ച, ശരീരത്തിന്റെ കണ്ണികൾ മനസ്സിലാക്കുന്നതിൽ കൈമുതലില്ലാത്ത, അറിവില്ലാത്ത ഹോബിയല്ലാതെ പെണ്ണുങ്ങൾ തടയുന്ന കാര്യം ആലോചിച്ച് നിൽക്കുകയില്ല. ആയിഷയും അവരിലേക്ക് ചാഞ്ഞിട്ടുള്ളവരുമായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയും എതിർത്തുകൊണ്ടുള്ള, ആയിഷയൊക്കെ എതിർത്താൽ പിന്നെ ആരാണ് ഇതിന് പോണമെന്ന് പറയുന്നത്? ആയിഷയൊക്കെ പള്ളി പോകുന്നതിന് എതിർത്താൽ പിന്നെ പോണമെന്ന് പറയുന്ന ജാഹിൽ. ومن نهى أمائه إثماله فهما عائشة ومن نهى نحوها. ആയിഷയെയും അവരിലേക്ക് ചാഞ്ഞിട്ടുള്ള പണ്ഡിത വിഭാഗത്തെയും ധിക്കരിച്ചുകൊണ്ട് عائشة ومن نهى نحوها ومع إهمال الآيات الدالة على تحريم إظهار الزينة وعلى وجوب غض البصر.
അന്യരെ കാണുമ്പോൾ അവരുടെ കണ്ണ് കീഴോട്ട് താത്തോടും എന്ന ഓർഡർ ഉൾപ്പെടെയുള്ള പരിശുദ്ധ ഖുർആനെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്നെങ്ങളുടെ ദീനത്തുവരായ ദീനത്തഹുന്ന ഇല്ലാതെ ബഹുലത്തിഹിന്ന ഔ ആബായിഹിന്ന ഔ ആബായി ബഹുലത്തിഹിന്ന ഔ അബ്നായിഹിന്ന ഔ അബ്നായി ബഹുലത്തിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ നിസായിഹിന്ന ഔ മാ മലക്കത് അയ്മാനുഹുന്ന ഔ التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن القرآن. പെണ്ണുങ്ങളുടെ സൗന്ദര്യം പുറത്ത് കാണിക്കരുത് അവരുടെ പിതാവിന്റെ മുമ്പിലല്ലാതെ, ഭർത്താവിന്റെ പിതാവിന്റെ മുമ്പിലല്ലാതെ, ഭർത്താവിന്റെ ആദ്യത്തെ കുടിയിലുള്ള ആമക്കളുണ്ടെങ്കിൽ അവരുടെ മുമ്പിലല്ലാതെ, സഹോദരങ്ങളുടെ മുമ്പിലല്ലാതെ, സഹോദരന്റെ മക്കളുടെ മുമ്പിലല്ലാതെ, സഹോദരന്റെ മക്കളുടെ മുമ്പിലല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാനുള്ള നിങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങളുടെ മുമ്പിലല്ലാതെ, അല്ലെങ്കിൽ ഇയാള് അലവിക്കാക്ക അല്ലാതെ, അത് അല്ലെങ്കിൽ അലവിക്കാക്കായെ പോലത്തെ ആൾക്കാര് പാറക്കാട്ട് ഒരു അലവിക്കാക്കാവ് അയാളകത്ത് കയറി പോകും. അതുപോലെ ഒരു മനുഷ്യത്തെ പോലെ അവിടെ അപ്പുറത്തോട്ടൊക്കെ പോകും അലവിക്കാക്ക. അവിടെ സോഡ് വരഞ്ഞിട്ട് ഡയറക്റ്റ് അവിടെ കേട്ടാ. അത് അവിടെ എന്ത് കാര്യം കിട്ടിയാലും പുള്ളി തങ്ങളുടെ മുമ്പിൽ കാണിക്കാതെ പുറത്തു കൊടുക്കത്തില്ല. അപ്പൊ അലവിക്കാക്കാൻ പറഞ്ഞ അവിസ്ഥാപിക്കുന്ന വളരെ ഉരുപത്തിന് വിചാരി പെണ്ണ് ആണുങ്ങളുടെ കൂട്ടത്തിൽ ലൈംഗികാസക്തിയില്ലാത്ത വൃദ്ധന്മാരായ പുരുഷന്മാർ വീട്ടിന്റെ ബാധ്യതകളുണ്ട്. അവരല്ലാതെ അവിസ്ഥാപിക്കുന്ന വളരെ ഉരുപത്തിൽ പിന്നെ വിചാരി പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ രഹസ്യം അറിയുന്ന കുട്ടികളുമല്ലാതെ അവരുടെ മുമ്പിലും അല്ലാതെ പെണ്ണുങ്ങളെ നിങ്ങളുടെ സൗന്ദര്യം വെളിവാക്കി പോകരുതെന്ന പരിശുദ്ധ ഖുർആൻ പരസ്യ പ്രഖ്യാപനങ്ങളെ ലംഘിച്ചുകൊണ്ടും അത് ലംഘിക്കുന്നവരാണെന്ന് തടയാത്തത്. ഈ ഓർഡറിൽ ലംഘിക്കുന്നവരാണ് പെണ്ണുങ്ങളെ തടയാത്തത്. അതുകൊണ്ട് സാക്ഷ്യം പറയുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയുക തരിച്ച ഹറാമാണെന്ന് ഫത്വ ചെയ്യണം. എന്ന് പറഞ്ഞിട്ടും പറഞ്ഞു ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് നിങ്ങൾ ചളിവ് വെട്ടുപോലെ യാതൊരു വിവരമില്ലാതെ നാക്കുകൊണ്ട് പടവളവളാന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ വാക്ക് കേട്ട് നിങ്ങൾ വീണു ചളിവെട്ട് പോവല്ലേ. ഇത് നിങ്ങൾക്ക് ഈ ഇങ്ങനെ വിലക്കമാർക്കൊക്കെ അറിഞ്ഞുകൊണ്ട് എടുത്തു നോക്ക്. ഭർത്താവ് വിഭാഗത്ത് എങ്ങനെ ഉണ്ടോ? വിഭാഗത്തിന്റെ കൂട്ട് സഹായം ഉണ്ട്. അപ്പൊ ഖുർആനും ഇല്ല, ഹദീസും ഇല്ല, വിഭാഗത്തും ഇല്ല, ഇതിന്റെ തേങ്ങാക്കൊലയും ഇല്ല. പ്രിയപ്പെട്ടവര് എങ്ങനെയാണെന്ന് പറഞ്ഞ് യാവനിയാതവർ കുളവും എന്റെ കുല്ലി മസ്ജിദിൽ പള്ളിയിലൊക്കെ പോകുമ്പോ പെണ്ണുങ്ങളെ നല്ലോണെല്ലാം ഒരുമിക്കട്ടെ പൗഡറും ഒക്കെ ഇട്ട് സ്കൂൾ ക്ലാസ്സൊക്കെ വെച്ച് ഇവിടെ ഷോപ്പിങ്ങിന് പേരോ അതുമെല്ലാം വെച്ച് നല്ല മണവസ്തുക്കളും ഒക്കെ അടിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ഭർത്താവിനെല്ലാം തൊഴുത്തുകളിലോട് സ്പ്രേ അടിച്ചു പോയാൽ ബഹുവല്ലാരിയെത്തുന്നെന്ന് സാഹിയായ ഹദീസ് അവളുടെ വിചാരിയാണെന്ന പറയുന്നു. അപ്പൊ നീ അസൂർത്തായും വേണേ ആക്ഷേപിച്ചോളാം. നീ വേണേ അവിടെ കൂടെ കയറി പിടിച്ചെങ്കിലും ശരിയായ സ്വന്തം ഇമാമികൾ തെറ്റിദ്ധരിച്ചാൽ സഹാബത്തിന് തെറ്റിദ്ധരിച്ചു, സഹാബത്തിന് തെറ്റിദ്ധരിച്ചാൽ റസൂലുള്ളാഹി തെറ്റിദ്ധരിച്ചു, റസൂലുള്ളാഹി തെറ്റിദ്ധരിച്ചാൽ അല്ലാഹു തെറ്റിദ്ധരിച്ചു. അപ്പൊ നീ എത്ര തത്വം ചെയ്യും സഹോദരങ്ങൾ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമികൾ ഇങ്ങനെയാ പറയുന്നത്. അത് ഈ പറഞ്ഞ അർത്ഥം ആയത്തിന്റെ അർത്ഥം യാതൊരു ആദവിന്റെ സന്താനങ്ങളെ ജീവത്തൊക്കെ വീണ്ടക്കൊല്ലി മസ്ജിദ് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നല്ല ടിപ്പായിട്ട് പോകണം. ഒരുങ്ങി ചമഞ്ഞ് നല്ല വേണ്ട ഡ്രസ്സും അത്രയൊക്കെ പൂച്ചി വേണം പോവാൻ, പള്ളിയിൽ പോവാൻ. അതായത് ആണുങ്ങളോടാ പെണ്ണുങ്ങളോടാ?
ആളുകളോട് ബന്ധുങ്ങളോട് പറയുക നിങ്ങൾ അത് അപ്പനൊക്കെ പൂച്ചാൽ റെഡിയായിട്ട് പോകണം പള്ളിയിൽ ഖുർആനാണ്. ഹുദൂഹുദീയത്തക്കും വീണ്ട കുഞ്ഞു മസ്ജിദിൽ എല്ലാ പള്ളികളും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നല്ല ഡ്രസ് ചെയ്ത് മിടുക്കനായ താഴകായിട്ട് പോകണം. ഖുർആനെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഖുർആനുമില്ല നിങ്ങളുടെ പള്ളിയിൽ പോക്കല്, ഖുർആനുമില്ല, ഹദീസുമില്ല, ഭാവത്തുമില്ല, ഇതിന് ചരിത്രവുമില്ല, ഒന്നുമില്ല. സഹാബത്തിനിടയിൽ ലാ തംനഉ ഇമാ അല്ലാഹിൽ മസാജിദ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? ഓടാവും നിനക്കെന്താ അറിയാം. ലാ തംനഉ ഇമാ അല്ലാഹിൽ മസാജിദ വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന് തൊട്ട് ചേർന്ന് ഹദീസ് കിടക്കല്ലേ. പെണ്ണുങ്ങൾ നിങ്ങൾ പള്ളി തൊട്ട് തടയരുതെന്ന് നബി പറഞ്ഞു. ആ പറഞ്ഞുകൊണ്ട് തന്നെ തടഞ്ഞല്ലേ. തടയരുതെന്ന് പറഞ്ഞ ആരോടാ പറയണ? ആരോടാ പറഞ്ഞത്? നിങ്ങൾ തടയരുതെന്ന് പറഞ്ഞ ആരോടാ? അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരോടാ പറഞ്ഞത് തടയരുതെന്ന്. അപ്പൊ ആ കൽപ്പനകളിലെ തൽദീഹിന്റെ മണ്ണാണ്. തടഞ്ഞോളം നിർബന്ധം. അത് പറയത്തില്ല. അവർ വന്നോട്ടുള്ള നിങ്ങൾ ഓടിക്കല്ലേ എന്ന് പറയത്തില്ല. സഹാബത്ത് നടത്തില്ലേ? ഭാര്യ ഒരിക്കൽ പറയും പോലെ നാശമാണ്. തടഞ്ഞില്ല. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കാൻ പോവുക. പോയി പള്ളിയിലും ആയിക്കോട്ടെ. റസൂൽ തടഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഉടനെ കയറി വെട്ടത്തില്ലല്ലോ. റസൂൽ തടഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഉടനെ തടയുമെന്ന് പറയാൻ എന്നത് സൂക്ഷിച്ചു വേണം പറയാൻ. റസൂൽ തടഞ്ഞില്ല. ഉമർ ഫാറൂഖിന്റെ ഭാര്യ അങ്ങനെ പോയപ്പോ ഒരു ദിവസം എന്ത് ചെയ്തു? മൂപ്പര് ഒരു വളവിന് ഒരു കയ്യാലിയുടെ അത് കൊടുത്തിരുന്നു. ആര്? ഉമർ ഫാറൂഖ്. അങ്ങനെ മൂപ്പത്തി വലിയ കാര്യത്തെ പള്ളിയെ പോവുക. അവിടെ നിന്നില്ല. മറവിൽ നിന്നിട്ട് മുറുകായി പിടിച്ചൊരു വരി മാർക്കളെ ഒമ്പത് പറയും. ഈ കാര്യത്തിന് ബോധം കെട്ട് കോടി വന്ന് വീട്ടിൽ വന്ന് ബോധം കെട്ടാണ് വീണ്. ഉമർ ഫാറൂഖ് വന്നിട്ട് എന്ത് പറ്റി? എനിക്ക് വയ്യ. സംഭവം പറ. എന്നെ ഏതോ കുറ്റം കെട്ടവൻ എന്നെ മുറുക്കായി പിടിച്ച് വലിച്ച്. അങ്ങനെ വലിച്ചോ? എന്നിട്ട് നിങ്ങൾ ചെയ്തു? ഞാൻ മേടിച്ച് ഓടി. അതാണോ വേണ്ടത്? അങ്ങനെ പിടിച്ചു വലിച്ചാൽ അവിടെ നിന്ന് ആരാണ് ചെയ്തവണെന്ന് ചോദിക്കണ്ടേ? പെണ്ണുങ്ങളെ ചോദിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ പോകരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ മരണം വരെ ഊപ്പത്തിയാൽ ഇത് പോയതില്ല. ഉമർ ഫാറൂഖ് തങ്ങൾ പോലത്തവര് ഇതിനെ നിരോധിച്ചിട്ട് അവരുടെ സ്ഥിതി ഇതാണെങ്കിൽ എന്റെ നിന്റെ ഭാര്യമാരുടെ ആരെന്താ ഇവിടെ എന്താവും കൊണ്ടുപോകും. എല്ലാ പെണ്ണുങ്ങളും പള്ളിയിലോട്ട് പോയിക്കുക. താജ്യത്തിന് പോകണം. അതാ നല്ലത്. പോയ ചെറുപ്പക്കാരൊരു ഒറ്റയെണ്ണം താജ്യത്തിന് മുടക്കത്തില്ല. സകല ചെറുപ്പക്കാരും സുബൈക്ക് അതിന് മുമ്പ് തന്നെ പള്ളി വന്ന് എല്ലാ എത്തിക്കാതിരിക്കും. പ്രിയപ്പെട്ട സദസ്സ്, ഇനി ഒരു ബുഖാരിയിലുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞേക്കും നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട ആയിഷവി പെണ്ണുങ്ങൾ പള്ളി വന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി അവിടെ ഇരിക്കുക. പെണ്ണുങ്ങൾ പള്ളി വന്നെങ്കിലല്ലേ അവർക്ക് സഹാബി മതിയാകണ്ടേ? സഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൽ വിശ്വസിച്ചുകൊണ്ട് നബിയുടെ മജ്‌ലിസിൽ അല്പസമയമെങ്കിലും ഹാജരായവരാണ് സഹാബി. അപ്പൊ പെണ്ണുങ്ങൾക്ക് സഹാബിയത്താകണ്ടേ? റസൂലുള്ളാഹിക്ക് പോകണ്ടേ? റസൂലുള്ളാഹിക്ക് പോയില്ലെങ്കിൽ സഹാബിയാവുമോ? അയ്യോ, അത് വേണം. അത് മാത്രമാണോ നബിയോട് ബൈഅത്ത് ചെയ്യുന്നേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നബി തങ്ങളെ ഇദാ ജാഅക്കൽ മൂമിനാത്തു, മൂമിനത്തുകളായ പെണ്ണുങ്ങൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബായവരൊക്കെ തങ്ങളുമായി ബൈഅത്ത് ചെയ്യാനാണ്. അങ്ങനെ വന്നാൽ അവരുമായിട്ട് തങ്ങൾ ബൈഅത്ത് ചെയ്തോളൂ. എന്തൊന്നാണ് ബൈഅത്ത്? കള്ളം പറയത്തില്ലെന്നും വ്യഭിചരിക്കത്തില്ലെന്നും ഇങ്ങനെയുള്ള അല്ലാഹുവിനെ കൂടാതെ മറ്റൊന്നിനെ ആരാധിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ വരുന്നുണ്ട് നബിയെ. അവരുമായിട്ട് തങ്ങൾ ബൈഅത്ത് ചെയ്തോളൂ. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ തങ്ങൾ തയ്യാറായപ്പോൾ തങ്ങൾ കൈ മുസാഫ ചെയ്തില്ല എന്ന് ഹദീസിലെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു. കൈ പിടിച്ചുകൊണ്ടാണല്ലോ ബൈഅത്ത് ചെയ്യുന്നത്. പെണ്ണുങ്ങൾ വരുമ്പോൾ തങ്ങൾ കൈപിടിക്കാറില്ല ബൈഅത്ത് ചെയ്യുമ്പോൾ. അപ്പൊ തങ്ങൾക്ക് പോയി ബൈഅത്ത് ചെയ്യണം. തങ്ങളുടെ സഹാബിയത്താകണം. അതുപോലെ തന്നെ ഹൈദിന്റെ മസാലയോ
അല്ലെങ്കിൽ നിസ്കാരത്തിന് മസാല എന്തെങ്കിലും ചോദിക്കാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അങ്ങോട്ട് പോകണം. ഇതുപോലെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ള കേസ് ഫയൽ ചെയ്യണം, എന്തെല്ലാം ഉണ്ടത്. റസൂലുള്ളാഹി അവിടെ നിൽക്കുക. അതാ നബി ഉള്ളപ്പോൾ നിങ്ങൾ തടയേണ്ട ആ മണ്ണിന്റെ അർത്ഥം ഇബ്നു ഹജർ തൊഴുതൽ എഴുതി വെച്ചിരിക്കുന്നത് റസൂലുള്ളാഹിയുടെ കാലത്ത് തടയില്ലേ എന്നാണ്. അല്ലെങ്കിൽ മുസ്തഹാത്തല്ലാത്ത കിഴവികളായ പെണ്ണുങ്ങളെ തടയില്ലേ എന്നാണ് ആ മണ്ണിന്റെ അർത്ഥമെന്ന് ഇബ്നു ഹജർ തൊഴുതൽ രേഖപ്പെടുത്തി. അത് മനസ്സിലായ? അത് അറിഞ്ഞു കേട്ടോ. ഒരു ദിവസം അസീത ലോക വിവരക്കാർ എന്നാ പറയുന്നത്, എന്റെ തൊട്ട് പുറകെ കൊണ്ട് വെച്ചിരിക്കുക വെള്ളമേ. ഇടിഞ്ഞു പോയാൽ കൈമുട്ടിയ ഇവിടെ മുഴുവൻ വെള്ളമായി, ഞാനും ഹലാക്കായി വയറ് നിർത്തി. നോ കോമൺ സെൻസ് അറ്റ് ഓൾ. എഞ്ചിനീയറാണെന്ന് തോന്നുന്നു വെച്ചത്. കൊല്ലം സിക്കെയും തങ്ങളും വളരെ ലക്ഷമായിരുന്നു. നമ്മളിപ്പോ ഒഴിവാ. എന്നാലും അവിടെ വന്നാൽ പരീക്ഷ പേപ്പർ നോക്കുന്ന പൈസ ഒരുപാട് കിട്ടും. 2 ദിവസം തന്നെ പുസ്തകം കേൾക്കാൻ വേണ്ടി വന്നതാ. കയ്യിൽ പൈസ അത് മനസ്സിലായി. ഒരു ദിവസം ആഴ്ചവി എന്തെങ്കിലും ചോദിച്ചാൽ തങ്ങൾ സമ്മതിക്കും. ഇത്തിരി അടുപ്പം കൂടുതല, സ്നേഹം കൂടുതൽ. ആഴ്ചയോട് സ്നേഹം കൂടുതല. അതെന്ന് പറയാ ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹം, ഒരു ഭാര്യയോട് കുറച്ച് സ്നേഹം, അത് മര്യാദ. നമ്മൾ കാണിച്ചാൽ ഇവിടെ പുതിയ ഖുർആൻ കൂടിയിട്ടില്ലേ, അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ തലകുത്തി പറഞ്ഞാൽ എത്ര ശ്രമിച്ചാലും പെണ്ണുങ്ങളുടെ സമത്വം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പെരുമാറ്റത്തിൽ, അതായത് സ്നേഹത്തില് പെണ്ണുങ്ങളുടെ തുല്യത പാലിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കുന്നത്. സംശയം വരും. 10-18 വയസ്സ് പ്രായമുള്ള പെണ്ണിനെ കെട്ടിയവരാണ്. അതേ സമയത്ത് 60 വയസ്സ് പ്രായമുള്ള ഒരു ഭാര്യയും. ഇത് രണ്ടുപേരോട് ഒരുപോലെ ആയിരിക്കും സ്നേഹം. ഉള്ളിൽ കൊടുക്കൽ വാങ്ങേണ്ട കാര്യമല്ല പറഞ്ഞു. അതാ പറഞ്ഞു മിസായി, പെണ്ണുങ്ങളുടെ സമത്വം പാലിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും സാധ്യമല്ലെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞ ചെറിയ ആളൊന്നുമല്ല. മറ്റൊരു ഭാര്യ ഒരു ബീവിമാരുടെയും കിടക്ക മുറിയിലും വിരിപ്പിലും വെച്ച് ഒഴി വന്നിട്ടില്ല. ഐശ്വര്യമായിട്ട് റസൂലുള്ളാഹി ശയിക്കുമ്പോൾ ഇവരിൽ ഒന്ന് ഒഴി കൊടുത്തിട്ടുണ്ട്. ഐശ്വര്യയുടെ വലിപ്പം അത്. അതിന് പുറമെ ഒരുപാട് പ്രശ്നങ്ങളുള്ള അത്രയും കൂടുതൽ ഹദീസ് വായിച്ചത് പെണ്ണുങ്ങളില്ല. വലിയ പണ്ഡിതയാണ് ഐശ്വര്യ. അതിനും പുറമെ അബൂബക്കർ മോളും പിന്നെ പഞ്ചാരക്കുന്നത്ത് കരിമ്പ് നട്ടതുപോലെ അബൂബക്കർ മോളും ഇതെന്തോ കുഴപ്പം ബഹുമാനപ്പെട്ട ഐശ്വര്യത്തിന്റെ ദിവ്യ. അതെ, ഞാനും കൂടെ ഞാനും കൂടെ ആ പള്ളിയുടെ മൂളയ്ക്ക് ഒന്ന് എത്തിക്കാതിരുന്നോട്ടെ ഞങ്ങളുടെ കൂടെ മരാമനോട് മൂപ്പത്തി ഒരു ചെറിയ മറ കെട്ടി പള്ളിയുടെ മൂല. പള്ളി എന്ന് പറയുന്നത് 100 മഴ സമയത്തിലുള്ള സെക്രട്ടേറിയറ്റ്. അവിടെ ഇരുന്നുകൊണ്ടായി മുഴുവൻ സ്വായത്തമാക്കി 100 മഴ സമയത്തിലുള്ള ഓലവേന്നെ ഒരു സെക്രട്ടേറിയറ്റിനകത്ത് ഇരുന്നുകൊണ്ടാണ് റോമൻ സാമ്രാജ്യം സ്വായത്തമാക്കിയത്. ചരിത്ര അനുഭവമില്ല. ചരിത്രം വെറുതെ ഇല്ല. ഇതുണ്ടല്ലോ പഴയ എന്തോന്നാ എന്തൊരു കഥ വല്ലതും പറയുകയാണോ? നടന്നല്ലേ ഭരണം. ഇപ്പോഴും അതിന്റെ ഭാവചിത്രങ്ങൾ അവിടെ കിടക്കുകയല്ലേ. ഇന്ദിരാഗാന്ധി ഇവിടെ ജയിലിൽ ഭരിച്ചതല്ലേ. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നെന്തായോ അതാവുമായിരുന്നില്ല. താജ്മഹാളും കുത്തമിനാറും മറ്റോ മർക്കൊക്കെ അവിടെ കിടക്കുകയല്ലേ. അതാ ആ യാഥാർത്ഥ്യമല്ലേ അവർ തുറന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി. എന്ന് പറഞ്ഞ പോലെ ലോകം മുഴുവനും ഇസ്ലാം പ്രവർത്തിച്ചിട്ട് അതിന്റെ അടയാളങ്ങൾ അവിടെ നിൽക്കുകയല്ലേ. അതൊരു മനസ്സിലാക്കൂടെ. അപ്പൊ ആ കെട്ടിടത്തിന്റെ വലിപ്പം പറഞ്ഞ സെക്രട്ടേറിയറ്റ് 100 മഴ താമസിച്ചില്ല. ഓല വേഞ്ഞതാ. പലപ്പോഴും മഴ പെയ്യുമ്പോ സഹാബത്തിന്റെ നെറ്റിക്ക് ചെളിവിട്ടു സുജൂദ് ചെയ്യുമ്പോ അതിനകത്തിരുന്നുണ്ടായി കോലാഹാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കി. ഓർമ്മ വേണം. ഇന്ന് കാണിക്കുന്ന ഈ കോലാഹാരം കോടി ചെലവൊന്നും കൊണ്ടല്ല, നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രം. ഇസ്ലാമിന്റെ സൈന്യം ഒരു രാജ്യത്തോട്ട് കാൽവെച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായിട്ട് നീണാൽ വാഴട്ടെ, നീണാൽ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിലെയും ആ മുസ്ലിമീങ്ങളെയോ സഹായിച്ചിരുന്നു. അതാണ് ഇന്ത്യയിലും നടന്നത് കേട്ടോ. എന്തായാലും ഐശ്വര്യോട് പറഞ്ഞു അവിടെ കാണാൻ ഇരുന്നോ
പൊല്ലാപ്പ എന്നാലും പൊല്ലാപ്പ അവിടെ ഹദീസിലില്ല, ഞാൻ പറയാ. എന്നാലും പൊല്ലാപ്പ അവിടെ മുളക്കിരുന്നു, ആരും അറിയില്ല. ഇത് ഹഫ്സാ ബീവി അറിയും. ഹഫ്സാ ബീവി ഐഷ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ഐഷയുടെ സ്വന്തം ആളാ ഹഫ്സാ ബീവി. അപ്പൊ 36 ഐഷ ഞാനും കൂടെ നിന്നോട്ടെ. അപ്പം ഐശ്വരി സമ്മതിച്ചാൽ നബിയൊന്നും പറയത്തില്ലെന്ന് ഒന്നുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ അവിടെ ഐശ്വരി അനുവദിച്ചാൽ നബിയെ കണ്ണടയ്ക്കും. അപ്പൊ ഐശ്വരി സമ്മതിച്ചു. ആരെ? ഹഫ്സാ ബീവി. 31 മറ കെട്ടി ഒരു മൂലയ്ക്ക്. ഇതാണ് ഞാനും സൈനബ ബീവി. അവർ എതിർ ഗ്രൂപ്പിന്റെ നേതാവാ. 2 ഗ്രൂപ്പാണ് ബീവിമാര്. അപ്പൊ അത് പറയുമ്പോ അവിടെ ഒരു വളരെ ആവശ്യമാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സൈനബ ബീവി എന്ന് പറഞ്ഞ ഐഷ ഗ്രൂപ്പിന് എതിർ ഗ്രൂപ്പിന്റെ നേതാവാണ്. ഐശ്വര്യയെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കിയില്ലേ മുനാഫിക്ക്. അതിന് റസൂലുള്ളാഹി പരിശോധന നടത്തിയപ്പോഴേ അവസാനം ഐഷായി വല്ല വൃത്തികേട് കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്ന അന്വേഷണം നടക്കുമ്പോൾ ഏതൊരു ഗ്രൂപ്പിന്റെ നേതാവ് സൈനബ ബീവിയോട് ചോദിക്കുക, വല്ലതും കണ്ടിട്ടുണ്ടോ? ആയിഷായി വല്ല മോശമായ സ്വഭാവം നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറ. നേരെ വന്നിപ്പം ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ട് ഞാൻ ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? ഇവിടെ എന്നല്ലേ നമ്മൾ പറയുക, ഇവിടെ വല്ലുകളാണ്. ആരൊക്കെ എന്നെ തട്ടിയിട്ട് ചോടിയിട്ടുണ്ടെന്ന് അറിയാവോ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ എന്ന് പറയും ഭർത്താവിന്. നേരെ മറിച്ച് സൈനബാബി ഐഷ ഗ്രൂപ്പിനെതിരാ. അവരോട് ചോദിച്ചു, ഇന്ന് ഈ മുനാഫിക്കൾ പറഞ്ഞാൽ വല്ല കുഴപ്പവും ഐശ്വര്യ നീ കണ്ടിട്ടുണ്ടോ? സൈനബാബ് ചോദിച്ചപ്പോൾ ഈ വിവരം പറഞ്ഞ വല്ലതീ ഭാഷക്കബിൽ ഹാക്കി മാറാഴ്ച നിന്ന് തങ്ങളെ ഒരു ഹക്കായ നബിയായിട്ട് അയച്ച അല്ലാഹുവിനെ തന്നെയാണ് ഐഷ ബീവിയിൽ നിന്ന് യാതൊരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട സൈനബ ബീവി തങ്ങളുടെ മുമ്പിൽ മൊഴി കൊടുത്തത്. മനസ്സിലായില്ലേ? അവര് നമ്മൾ പിണക്കമാന്ന് പറയുമ്പോൾ വിചാരിച്ചോ അതെല്ലാം കുഴപ്പമാ, വെറും സൗന്ദര്യ പിണക്കം മാത്രം ഓർമ്മ വേണം കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിൽ അവർ ഭാരത്തിൽ ഭൂമിയില്ല. നമ്മുടെ പാലിൽ ചുക്കിട്ട് കാണിച്ചു, നമ്മുടെ പാലിൽ ചുക്ക് വീഴും. അപ്പൊ അവസാനം എല്ലാവരും സൈനബാബിനെയും കൊണ്ടുവന്ന് കെട്ടി ഒരു മറ. അപ്പൊ 4 അവരുടെ ഒരു കൂട്ടുകാരി വിദ്യന്ന് സുബൈക്ക് തങ്ങൾ പള്ളിയോട്ട് കയറി വന്ന് നിസ്കരിക്കാൻ. അപ്പൊ നബിയുടെ സ്വഭാവം ഇതായിരിക്കും എന്നെ ഒതുക്കുകയാണ്. അപ്പൊ ഒരു സഹാബിച്ചത് കയറി മഹാദ എന്തോ കാണും എന്തോ തങ്ങൾ ഐശ്വര്യൊക്കെ അതിനകത്തിരിക്കുന്നത്. സഹാബിക്ക് 7 ദിവസം പനിയുണ്ട് പറയാൻ. താങ്കളെ ഭാര്യമാരി ചെയ്ത കുറ്റങ്ങളെന്ന് പറയാനായിട്ട് ഏറ്റവും വിവരം അറിയും പറഞ്ഞ ഇയാൾ മിണ്ടുന്നില്ല. അപ്പൊ നബി ചോദിച്ചു മഹാദ ഇതവിടെ കാണുന്നു. നല്ല പറഞ്ഞു ഭീമാരാണ്. അമ്മ ഇവനെ ഇതിന് പ്രേരിപ്പിച്ച വികാരമെന്ത്? ആർക്കു എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് കരുതിയാണോ ഈ പണി ചെയ്യുന്നത്? ഏത് പൊളിച്ച തീടയുന്നത്? ഒരു നല്ല ഗുണമുള്ള കാര്യം ചെയ്യാൻ പോയാൽ നബി സമ്മതിക്കത്തില്ല. പോവാ എല്ലാവരും കൂടെ കെട്ടിട്ട് പോയി. സഹീഹ് ബുഖാരിയിൽ എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ ഇവിടെ സഹോദരങ്ങളെ. അല്ലാതെ അക്ബർ സദക്കാടെ പാട്ടിന്നല്ലേ പറയുന്നു. അക്ബർ സദക്കാടെ പാട്ടില്ലേ ഇതൊക്കെ പാട്ട്, അതിലല്ല ബുഖാരി എഴുതി. എന്നിട്ട് നബി ചോദിക്കുന്നു, ആ ബിറു എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചാണോ ഈ പണി ചെയ്യുന്നത്? അവസാനം ദേഷ്യം പിടിച്ചു റസൂലുള്ളാഹി. ആ റമദാൻ മാസത്തിൽ തങ്ങൾ എത്തിക്കാതിരുന്നില്ല ഭാര്യമാരോട് വിടാൻ. ഞാൻ ഇരുന്നിട്ടല്ലേ നീയെല്ലാം ഇരിക്കാൻ പറ്റും, ഞാൻ ഇരിക്കില്ല. ആ റമദാൻ മാസത്തിൽ തങ്ങൾ എത്തിക്കാതിരുന്നില്ല. ചൊവ്വാൽ മാസത്തിൽ തങ്ങൾ കഥാ കിട്ടി. അതല്ലേ ചൊവ്വാലും പറഞ്ഞ് മുഖാലിന്റെ ഒരു ഭാഗമില്ലേ, ഒരു ബസ്സിലെ ഭാഗമുണ്ട് അല്ലേ ചൊവ്വാലിന്റെ എത്തിക്കാവെന്ന് പറഞ്ഞു. അപ്പൊ ചൊവ്വാൽ മാസത്തിൽ തങ്ങൾ ഈ കഥാ കിട്ടുകയായിരുന്നു. അപ്പൊ സ്വന്തം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ആരായ തങ്ങളുടെ മുമ്പില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ നിങ്ങളുടെ റുക്കൂഉം നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ റുക്കൂഉം സുജൂദും നിങ്ങളുടെ ഖുശൂഉം എന്നെ തൊട്ട് പറഞ്ഞല്ല എന്ന് നബി പറഞ്ഞില്ലേ. അങ്ങനത്തെ റസൂലുള്ളാഹിയുടെ കാലത്ത് പോലും തങ്ങളുടെ ഭാര്യമാർ തങ്ങളോട് കൂടി പള്ളിയുടെ തെളിച്ചിക്കാതിരിക്കാൻ തയ്യാറായിട്ട് പൊളിച്ചെറിയാനാ പറഞ്ഞത്. പ്രിയപ്പെട്ട ഇത് നബി
പിന്നെ ഭാര്യമാര് പള്ളി വന്നില്ലെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് മറുപടി വന്ന് എവിടുന്നാ അത് വന്ന വാഹനം ബെൻസാ, വലിയ ആളിന്റെ ഭാര്യയല്ലേ, ബെൻസിലായി. അന്ന് ബെൻസിന് കാറില്ല, കുതിരണ്ടോ വന്നു, കുതിര വണ്ടിയില്ല. എന്തിനാ അവര് വന്നു? പള്ളിയിലോട്ട് വന്നല്ലോ. സഹോദരങ്ങളെ, നിഷ്പക്ഷമതികളെ, നിങ്ങൾ മനസ്സിലാക്കണം, പള്ളിയിൽ നിന്നൊരു ഇറക്കിക്കട്ട് ചരുവ ഈ ബീവിമാരുടെ ഓരോ മുറിയും ആ പള്ളിയിൽ നിന്ന് ഇറക്കിക്കട്ട് ഓരോ ആഴ്ചയുടെ ബെഡ്റൂമാണ്. 5 മുഴ 6 മുഴ അവർക്ക് നീളവും 4 മുഴ വീതിയുമുള്ള ഒരു സാധനത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും റസൂലുള്ളാഹിയുമായി ശയിക്കുന്നതും എഴുതുകാലം സ്വീകരിക്കുന്നതൊക്കെ. അത്രയും സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഉമ്മൂന ആയിഷ അലൈഹിസ്സലാം. ഇങ്ങനെ ബീവിമാരാ പള്ളിയുടെ ചരുവില ഹാഫെന്ന സൂറത്തിലാൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട് പഠിച്ചു എന്നൊരു പെണ്ണ് പറഞ്ഞില്ലേ? എങ്ങനെ അപ്പൊ അത് പള്ളിപ്പോയെന്ന് അർത്ഥം അല്ല. ആയിഷയുടെ അടുക്കളയും എന്റെ അടുക്കളയും ഒന്നായിരുന്നു. അപ്പൊ ഈ ആയിഷയുടെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചും ഉണ്ടാക്കുമ്പോൾ റസൂൽ കാബൂസ് സുഖമായിട്ട് വിളിച്ച് കേട്ട് അങ്ങനെ പഠിച്ചെന്നായി പറഞ്ഞത്. മനസ്സിലായോ പ്രിയപ്പെട്ടത്? അപ്പം ഈ ചരുവിലോട്ട് ഓരോ ഇറക്കാണ്. ഓരോ ബാബു മുസമ്മത്ത്, മറ്റേ ബാബു മറ്റേ ബാബു എന്ന് പറയുന്നത് ബീവിമാർക്ക് ഓരോ മുറി ഈ പള്ളിയിൽ നിന്ന് ഇറക്കി കെട്ടിയതാ. അവിടുന്ന് റസൂലുള്ളാഹി പള്ളിയിൽ ഇരിക്കുമ്പോഴേ രാവിലെ നിസ്കാരം താമസൊക്കെ പോകത്തില്ലേ? അപ്പൊ നബി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭാര്യമാര് ചുണ്ട് കയറുന്നു. അതാ പള്ളിയിൽ വന്ന് പറഞ്ഞു നബിമാര് ഭാര്യമാര് പറയും. ഇത് എന്തെങ്കിലും ഒരു സത്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പറയുന്നു സുന്നിഷമാണെങ്കിൽ തന്നെ അനാവശ്യമായിട്ട് പറയാൻ ഞാൻ എന്നെ കൊണ്ട് ഞാൻ പറയും. അതുകൊണ്ട് ഞാനിത് ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. എല്ലാവരും ഇത് ഞാൻ എത്രയോ നാളിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ സുന്നികളെ, നിങ്ങൾ മറ്റുള്ളവരെ കടത്തി വെട്ടുന്ന കാലം അത്ര വിദൂരമല്ല. ഞാൻ പ്രസംഗിച്ചിട്ട് 20 കൊല്ലോ അറിയാമോ? അല്ലയോ സുന്നികളെ, നിങ്ങൾ മറ്റവരെ കടത്തി വെട്ടുന്ന കാലം അത്ര വിദൂരമല്ല. ഒട്ടും താമസിക്കത്തില്ല. ഇപ്പം തിരിച്ചൊക്കെ തറാവേഹിനുമൊക്കെ അവിടെ ഇവിടെ ആ മൂലക്ക് ഇങ്ങോട്ടൊക്കെ അടിച്ച് ഇവിടെ ഒരു മലകട്ടയൊക്കെ കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട്. എന്താ കൊണ്ടുപോയില്ലെങ്കിലേ അവരുടെ കൂടെ പൊയ്ക്കളയും. അതുകൊണ്ട് കൊണ്ടുപോകണം. പോയില്ലെങ്കിൽ അവരുടെ കൂടെ പോകും. അതുകൊണ്ട് കൊണ്ടുപോകണം വരും. അത് നോക്കി കണ്ടു ചെറുപ്പക്കാരും ജീവിച്ചിട്ടുണ്ട്. അതാണ് അവിടെ പോട്ടെ, അവിടെ പോകാനുള്ളവൾ അങ്ങോട്ട് പോയിക്കോട്ടെ. നമുക്ക് പ്രിൻസിപ്പിളുണ്ട് എത്താൻ ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുക. നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് ആൾക്കാർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്നത് അവരുടെ എന്തോന്നായിക്കൊള്ളട്ടെ, ദീനിൽ കൂടിക്കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തിന്റെ സ്ഥലം പള്ളിയല്ല, വീട് തന്നെ. ആ വീട്ടിനകത്തിരുന്ന് ഇബാദത്ത് എടുക്കുന്നതിനെയാണ് അള്ളയും റസൂലും അങ്ങേയറ്റം വാഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഖുർആനും ഹദീസും സലഫുസ്വാലിഹികളുടെ ആധാറും എല്ലാം ഒത്തിണങ്ങി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ആഗ്രഹിക്കാതിരിക്കലാണ് ഉത്തമമെന്ന് മനസ്സിലാക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാം അനുവാദപ്രകാരം അപ്പൊ ഇടവണ്ട അറിവ് മൗലവി പരിശുദ്ധ ഖുർആനിൽ തഫ്സീർ എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നും നിങ്ങൾ ചെറുവിൽ വരണ്ട, അത് അവസാനം പറയുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ പറഞ്ഞത്? അല്ല, ആണോ? ഇടവണ്ണ അലവി മൗലി എന്ന് പറഞ്ഞ ഒന്ന് പറയണോ അല്ലേ? അപ്പൊ ഇടവണ്ണ അലവി മൗലവി ഖുർആന്റെ തഫ്സീറുണ്ട്. 4 കോളയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിൽ സൂറത്തുൽ ജുമുഅയിൽ ഈ ആയത്തിന്റെ തഫ്സീറിന് മുമ്പ് വിവരിച്ചിട്ടുണ്ട്. എന്താ വിവരിച്ചിരിക്കുന്നത്? പെണ്ണുങ്ങൾ ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോകണമെന്നുള്ളതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ യാതൊരു തെളിവും ഇല്ല. പക്ഷേ നിർത്തലാന്ന് നിർത്തുന്നു ഇനി അങ്ങോട്ട് പറയണ്ട. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും യാതൊരു തെളിവില്ല. പിന്നെ പക്ഷേ അത് നമ്മളെ പറയാ, അതിവിടെ കേൾക്കണ്ട. ശരിയല്ലേ? ഇത് വേറെ ആരും ഒന്നും നോക്കണ്ട. നിങ്ങൾ എത്ര ഇടവണ്ണ അറിവുമ്പോൾ വലിയ പണ്ഡിതരാണ്. മൂപ്പര് ഖുർആൻ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതിൽ സൂറത്തുൽ ജുമുഅയിൽ എന്ന ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ സ്ത്രീകൾ
പള്ളിയിൽ ജമാഅത്തിന് പള്ളിയിൽ പോകണമെന്നുള്ളതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും യാതൊരു തെളിവുമില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യുകയും വേണ്ട. അപ്പൊ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് ഇടവണ്ണ അലവി മുസ്ലിം മൗലവി അവരുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എടുത്ത് വാങ്ങിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഞാൻ നമ്മളെ പറഞ്ഞതിന് മോളിട്ട് ഇല്ലേ, വേറെ എങ്ങോട്ട് പോകണ്ട, മുമ്പേ കിതാബ് തന്നെ എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് അവർക്കൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه سلمنا من آفات الدارين وارزقنا سعادة الدارين. اللهم إنا نستغفرك ونستودعك دياننا وأنفسنا وأولادنا وأولاد أولادنا وأحبابنا وكل شيء عزيتنا. اللهم اجعلنا وإياهم في كنفك وأمانك وجوارك وعيادك من شر كل شيطان مريد وجبار عنيد وذي عين وذي بغي ومن شر كل ذي سجن إنك على كل شيء قدير. اللهم جملنا وإياهم بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا في الدنيا بموجبات الندامة إنك سميع الدعاء. اللهم ارزقنا حبك وحب من أحبك وحب ما يقدمنا إلى حبك واجعل حبك أحب إلينا من الماء البارد. اللهم يا كافي يا كافي يا كافي لا يكافيك المكافي اكفنا شر ما أنزله كافي بسد اسمك الكافي. اللهم يا كافي من في السماوات ومن في الأرض ما أهمهم وما غمهم وما أثقلهم وما ضاق بهم حمله اكفنا ما همنا. اللهم اكفنا ما همنا. اللهم اكفنا ما همنا وما غمنا وما أثقلنا وما ضاق بنا حمله إنك على كل شيء قدير. اللهم ارزق بنا في تيسير كل عسير فإن تيسير كل عسير عليك يسير ونسألك التيسير والمعافاة في الدنيا والآخرة. اللهم لا سهل إلا ما جعلته سهلا فأنت تجعل الحزن إذا شئت سهلا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أحب وأحسن إلينا ولمن أوصانا بالدعاء ولجميع أمة سيدنا محمد صلى الله عليه وسلم. رب ارحمهم كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا ببابك نقف فلا تطردنا وإياك نسأل بحقهم فلا تخيبنا. فإنا قد رفعنا إليك أيدينا راعين وأرضينا فلا تردنا خائبين. أستجب لكم فاستجبوا دعانا يا مجيب دعوة الداعين. سلامه على نبينا وعليهم أجمعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على